2012 മോഡൽ എർട്ടിക്ക VDI ആണ്. VDI എർട്ടിക്ക നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയല്ലേ സനൂപ്, ഒന്ന് നോക്കി. 2009 VXI ഡിസയർ. സസ്പെൻഷനുകൾ കുഴപ്പമില്ല, ഗിയർ കുഴപ്പമില്ല, എൻജിൻ കുഴപ്പമില്ല, ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം. 137 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2011 ZDI സിംഗിൾ ഓണർ, 1.5 ലക്ഷം കിലോമീറ്റർ. ഇന്ന് മേടിച്ചിട്ട് 2 പുതിയ ടയർ ഇപ്പം മേടിച്ചിട്ട. 2013 പിന്നെ സെയിൽ ഡീസൽ 2013 സെയിൽ ഡീസൽ. ഓണർഷിപ്പ് എത്രയാ? ഫസ്റ്റ് ഓണർ ചെയ്തിപ്പോൾ സെക്കൻഡ് ഓണറിലേക്ക് മാറി. ഓട്ടോമാറ്റിക് ഡാറ്റ്സൺ റെഡിഗോ 1 ലിറ്റർ ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർ 50,000 കിലോമീറ്റർ, 2018. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈഞ്ചവിളയിലാണ്. തട്ടുപാലം എന്ന് പറയുന്ന ഭാഗത്തുള്ള ഈഞ്ചവിള യൂസ്ഡ് കാസിലാണ് വന്നിരിക്കുന്നത്. ഏറ്റവും വില കുറഞ്ഞ രീതിയിലുള്ള വണ്ടികൾ എടുക്കാനും അതിലുപരി മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എടുക്കാനും ഒക്കെ കിടക്കുന്ന ഒരു ഷോപ്പാണ്. ഇത്തവണയാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടികൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ തന്നെ മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്ക് തോനെയും കിട്ടുന്ന രീതിയിലാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നിയും വണ്ടി കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്ത്. അത്രയ്ക്കും വണ്ടികൾ കിടപ്പുണ്ട്. ഇച്ചിരി മോഡൽ കൂടിയ വണ്ടികളാണ് തോനെയും കിടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിടക്കുന്ന പുതിയ സ്റ്റോക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഇക്ക നമസ്കാരം. നമസ്കാരം. ഇത്തവണ എന്താണ് ഇക്ക ഒരു ഓണമൊക്കെ സെയിലാണോ ഉദ്ദേശിക്കുന്നത്? അതേപോലെ ഇത്തവണ വില കൂടിയ വണ്ടികളൊക്കെ കിടപ്പുണ്ടല്ലോ, കുറച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് വില കൂടിയ വണ്ടിയൊക്കെ വേണ്ടി കണ്ടമാനം വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കൂടിയ വണ്ടികൾ ഒരുപാടൊന്നുമില്ല. ഞാൻ ആദ്യം കയറി വന്നപ്പോ ഞാനും വിചാരിച്ചു തന്നെ അല്ലേന്ന്. കാരണം നെക്സോണൊക്കെ കിടക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരുപാട് പേര് കൂടിയ വണ്ടിയൊക്കെ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വില കുറവായിരിക്കും. കൂടിയ വണ്ടിയായാലും വില കുറവായിരിക്കും. നല്ല വണ്ടികളാണ്. പരാതികളില്ലല്ലോ. പരാതികളുണ്ടെങ്കിൽ ഞാൻ എല്ലാ തവണയും പറയുന്നതല്ലേ, പരാതികളില്ലാതെ പോകുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഒരു ഭാഗ്യല്ലേ. മോഡൽ കൂടിയ വണ്ടിയും കൂടി ആകുമ്പോൾ റിസ്ക് കുറയും. റിസ്ക് കുറയും. അത് മെയിൻ വിഷയമാണ്. അപ്പോൾ നമുക്ക് ഇത്തവണ എത്ര രൂപയുള്ള വണ്ടികൾ നടക്കണേ? 10-65 രൂപയുള്ള വണ്ടികളുണ്ട്. 40 രൂപയ്ക്ക് നാനോ കിടപ്പുണ്ട്, 14 നാനോ. ഓക്കെ, സ്ഥിരം കാണുന്നവർക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ആദ്യമായി കാണുന്നവർ കാണുമല്ലോ, അവർക്ക് കുറഞ്ഞ വണ്ടികളിലേക്ക് വരാം. നമ്മൾ ഈ പൈസ കുറവുള്ളവരെ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഈ കച്ചവടം ചെയ്ത് തുടങ്ങിയത്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആട്ടെ നമുക്ക് വില കുറഞ്ഞ വണ്ടികളിലേക്ക് വരാം. ഇപ്പം കുറച്ച് കൂടിയ ഒരുപാട് അങ്ങ് കുറയണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ആൾക്കാർ അവർക്ക് എടുക്കണ്ടേ, വില കുറഞ്ഞൊക്കെ വാങ്ങാൻ കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള കടയിൽ വന്നാലേ പറ്റൂ. അതുകൊണ്ട് അങ്ങനല്ല, മോഡൽ ഒരുപാട് താന്നു പോകുമ്പോഴേ റിസ്ക് ഒക്കെ എടുത്തല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അല്ലാതെ എന്നും റിസ്ക് ഇല്ലാതെ ജീവിച്ചിട്ട് എന്ത് കാര്യം? അപ്പൊ നമ്മളെ വീഡിയോ ഇതുവരെ കാണാത്തായിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി നമ്മളെ ഷോപ്പ് എവിടെയാണെന്ന് പറഞ്ഞു. കല്ലമ്പലം. നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് ആറ്റിങ്ങൽ കല്ലമ്പലം കഴിഞ്ഞ് 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഇടത് സൈഡിൽ നാഷണൽ ഹൈവേയിലാണ്. കൊല്ലത്തുനിന്ന് വരുന്നവർക്ക് പാരിപ്പള്ളി കഴിഞ്ഞ് 4 കിലോമീറ്റർ കഴിഞ്ഞ് വലത് സൈഡിലാണ്. സർവീസ് റോഡിൽ അപ്പുറത്ത് പോയി യൂട്ടേൺ അടിച്ചു വരണം. ചടയമംഗലം ഭാഗത്തു നിന്നാണ് നമ്മളെ കടയിലേക്ക് തിരിഞ്ഞ് നാവായിക്കുളം വഴി തട്ടുപാലം ഹൈവേയിൽ ടച്ച് ചെയ്യുന്നതിൻ്റെ അവിടെയാണ് കട. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ഓക്കെ, 2013 സ്വിഫ്റ്റ് ഡിസയർ ആണ്. നല്ല ക്ലീൻ വണ്ടി. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഓണർഷിപ്പ് എങ്ങനെ? രണ്ടാമത്തെ ഓണറും 1,05,000 കിലോമീറ്റർ. എന്ത് കംപ്ലൈൻറ്റ് പറഞ്ഞാലും അതിന് ഉത്തരവാദിത്വം ഞാനാണ്. അത്ര ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ 2 വീഡിയോയിലുണ്ടായിരുന്നു, പോയിട്ടില്ല. ആരൊക്കെയോ വന്ന് വില ഉറപ്പിച്ച് വെച്ചിട്ട് കച്ചവടം ആവാത്താണ്. ഏതൊക്കെയായാലും അത് 3,4 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടി. കാണാനൊക്കെ ഓക്കെ, കാണാനും ഓടിക്കാനും ഒക്കെ ഓക്കെയാണ്. റീപ്ലേസ് ഒന്നുമില്ല. ആശന്റെ വണ്ടികളൊന്നുമില്ല. ആശന്റെ വണ്ടി എന്ന് തന്നെ പറയും. ഓക്കെ, എത്ര ചോദ്യം? 3,25 കൊടുക്കാം. VDI ആണല്ലേ? 3,35 ലിറ്ററിന്റെ വണ്ടിയാണ്. പിന്നെ VDI ഡീസൽ വണ്ടി, നല്ല ക്ലീൻ വണ്ടിയാണ്. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഗ്യാരണ്ടിയാണ്. മേജർ സർവീസ് കഴിഞ്ഞോ? മേജർ സർവീസ് കഴിഞ്ഞു. 2012 മോഡൽ എർട്ടിക്ക VDI ആണ്. VDI എർട്ടിക്ക നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയല്ലേ സനൂപ്, ഒന്ന് നോക്കി. ബോഡി ഓക്കെ, കളർ ഫേഡ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. നല്ല ക്വാളിറ്റി ആയിട്ടിരിക്കുന്നു. 2012 ആണ്. 1 വർഷത്തിനകത്തെ റീടെസ്റ്റിനുള്ളൂ കേട്ടോ. അടുത്ത വർഷം മെയിലോ മറ്റോ റീടെസ്റ്റ് വരും. നല്ല ക്വാളിറ്റി വണ്ടി. കാണാനും രസമുണ്ട്, ഓടിക്കാനും രസമുണ്ട്, മൈലേജും ഉണ്ട്. 7 പേർക്ക് യാത്രയും ചെയ്യാം. ഡീസൽ വണ്ടിയാണ്. നമുക്ക് 3 രൂപയ്ക്ക് കൊടുക്കാം. എന്താ കിലോമീറ്റർ ഓടി?
1:30 ഓടി, തേർഡ് ഓണർ, VDI ഡീസൽ അർട്ടിക. അപാകതകൾ പറയാൻ എന്തെങ്കിലും? ഒന്നുമില്ല, ഒരു അപാകതയില്ല. ഇത് ലോൺ കിട്ടത്തില്ലല്ലോ? ഇല്ല, മൊത്ത കാശും വേണം. ഇതിന്റെ സർവീസൊക്കെ എങ്ങനെ? കമ്പനി സർവീസ് വണ്ടിയാണ് കേട്ടോ, റെഗുലർ കമ്പനി സർവീസ് വണ്ടിയാണ്. ഇപ്പോൾ ലാസ്റ്റ് 30,000 രൂപയുടെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല ഡീസൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. കളർ ഫെയ്ഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ആക്സിഡൻറ്റ് കേസില്ലെന്ന് പറഞ്ഞു. വണ്ടി ഓക്കെ, നല്ല വൃത്തിയാണ്, എല്ലാം അത്യാവശ്യം കൊള്ളാം. നെക്സോൺ 2023 വണ്ടി, 7 ലക്ഷം രൂപ, 7.5 ലക്ഷം രൂപ വരെ CC കിട്ടും കേട്ടോ. ഫസ്റ്റ് ഓണർ 60,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ. ഫസ്റ്റ് ഓണർ 60,000 ജെന്യൂൻ കിലോമീറ്റർ. 22 ആണോ 23 ആണോ എന്ന് ഒരു ചെറിയ ഡൗട്ടുണ്ട്. ഏതൊക്കെ ആയാലും 7.5 രൂപ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 5.75 വില. ഫോർഡോ പവർ വിൻഡോസ് വരുന്നത് അല്ലേ? അതെ അതെ. ടയറൊക്കെ കൊള്ളാം, നല്ല ടയറുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? 2022 മോഡലാണ്, 62,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, 5.75 വില. 5.75 വില. 7.5 രൂപ വരെ നല്ല ക്ലീൻ വണ്ടി കേട്ടോ. പുതിയ വണ്ടി എടുക്കുന്ന അതേ ലാഘവത്തോടു കൂടി എടുക്കാം. അതുകൊണ്ട് ഇവിടെ ചെറുതായിട്ട് പെയിൻറ്റ് എന്തോ സ്ക്രാച്ച് വന്നതാണ്, അതൊക്കെ ചെറിയ വിഷയം. എൻ്റെ എവിടെ? ഇവിടെ അല്ലേ? പുതിയ വണ്ടി എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും. ഓടിക്കാനൊക്കെ സുഖമുണ്ട്. ഞാൻ കുറേ ഓടിച്ചു. ലോൺ എങ്ങനെ കയറുന്നത്? ലോൺ 7.5 രൂപ വരെ ലോൺ കയറും. അപ്പോൾ ഫുൾ ലോൺ കയറുന്നുണ്ട്? ഫുൾ ലോണും കയറി 1.5 ലക്ഷം രൂപ കയ്യിലും കിട്ടും അങ്ങനെയാണെങ്കിൽ. ഓക്കെ. 2023 LXi വാഗണാർ ന്യൂ ഷേപ്പ് വണ്ടി, സെക്കൻഡ് ഓണറും 22,000 കിലോമീറ്ററും കമ്പനി സർവീസുമാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. നല്ല വണ്ടി. ആക്സിഡന്റ് വല്ലതാണോ? അല്ല ചെറിയ എന്തെങ്കിലും ചെയ്തതായിരിക്കും. ഇല്ല, ഗ്ലാസ് അബ്രോണ ഒന്നും ഒരു കുഴപ്പമില്ല. വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയാണ്. അതുപോലെ ടയർ 4.30 കൊടുക്കാം കേട്ടോ. 22,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ, പിന്നെ LXi 4.30 വില. ലോൺ സൗകര്യം ഫുൾ ലോൺ കയറുമോ? പിന്നെ ഫുൾ ലോൺ. ഓക്കെ. ഫസ്റ്റ് ടയേഴ്സ് തന്നെ കിടക്കണേ. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണേ? ജെന്യൂൻ കിലോമീറ്റർ, 22,000 കമ്പനി സർവീസ്. 2008 ഒമിനി. തുരുമ്പോ മറ്റു പാച്ചുവർക്കളൊന്നുമില്ല. ടയർ സ്വപ്പം മോശമുണ്ട്. ഫ്രണ്ട് ടയർ മാറി കൊടുക്കുമോ? ഇല്ല, ഈ കണ്ടീഷനിലാണ് കൊടുക്കുന്നത്. ഈ കണ്ടീഷൻ കൊണ്ട് പോണവർ മാറി ടയറൊക്കെ മാറി എടുക്കണം. പാച്ചുവർക്കൊന്നുമില്ല. സർവീസ് ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി വന്നേ ഉള്ളോ? ഓക്കെ. പക്ഷെ തുരുമ്പില്ല കേട്ടോ, മണ്ണ് അങ്ങനെ കിടക്കുന്നേ ഉള്ളൂ, അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 82 രൂപയ്ക്ക് കൊടുക്കാം. 82,000. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ ഇപ്പം കൊണ്ട് ഫ്രണ്ടൊക്കെ നല്ല സൂപ്പറായിട്ട് പണിത് ചെറിയ പാച്ച് വർക്കൊക്കെ ഉള്ളത് ചെയ്തെല്ലാം ക്ലിയർ ആക്കി ഇട്ടേക്കാണ് കേട്ടോ. ഇത്തിരി പെയിൻറ്റിൻ്റെ ഭാഗത്തൊക്കെ വൃത്തിക്കുറവുണ്ട്. അതൊന്നും വലിയ വിഷയമല്ല, ചെറിയ വിഷയമാണ്. ചിലർക്കത് വലിയ വിഷയമാണ്, നമുക്ക് ചെറിയ വിഷയം അല്ലേ. ടയർ ഓക്കെ. ബാക്ക് ടയർ കുഴപ്പമില്ല, ഫ്രണ്ട് ടയർ മാത്രം മാറണം എന്നുള്ളതേ ഉള്ളൂ. മേജർ തുരുമ്പിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല. എഞ്ചിനൊക്കെ കൊള്ളാം, വേറെ ഒന്നുമില്ല. ഒമ്നിയിൽ നോക്കാം. ഇത് ആരെങ്കിലുമൊക്കെ ചമ്പടിക്കാനൊക്കെ അല്ലേ കൊണ്ടുപോകണം. ഓക്കെ. ഇത് എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? ഒന്നുമില്ല. എത്ര ചോദ്യം? 82 രൂപ ഫൈനൽ വിലയ്ക്ക് കൊടുക്കാം. 82. 2017 ഓട്ടോമാറ്റിക് കേട്ടൺ VXi. 2017 ഓട്ടോമാറ്റിക് കേട്ടൺ VXi, സിംഗിൾ ഓണർ, 1.5 കിലോമീറ്റർ. ഒന്നിനകത്തേ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ജെന്യൂൻ ആണ്? എന്തെങ്കിലും പറയാൻ അപാകതയായിട്ട് പറയാനൊന്നുമില്ല. MS ധോണി ഫാനാന്ന് തോന്നി വണ്ടിയുടെ ഓണർ കേട്ടോ. പിന്നെ വിലയെന്ന് പറയുന്നത് 2.75 കേട്ടോ. 2.75. അത്യാവശ്യം സ്റ്റിക്കർ വർക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ സ്റ്റിക്കർ വർക്കൊക്കെ കമ്പനിയിൽ നിന്ന് വന്നപ്പോഴേ ഉള്ളതല്ലേ? അത് ഓപ്ഷനിലായിരിക്കും. ഓപ്ഷനിലായതുകൊണ്ടായിരിക്കും അങ്ങനെ. അതെനിക്ക് അറിയില്ല കേട്ടോ. അല്ല, MS ധോണി എന്ന് വരുമ്പോ എന്തായാലും MS ധോണി എന്ന് വരുമ്പോഴേ കമ്പനിയിൽ നിന്ന് വരുന്നത് അല്ലല്ലോ. അല്ല, 16-ലൊക്കെ വേൾഡ് കപ്പ് നടക്കുന്ന ടൈം അല്ലായിരുന്നു. ഇനി അതുകൊണ്ടാണ് എന്തോ, ആ എഡിഷൻ ആണ് എന്തോ. MS ധോണി എന്ന് പറഞ്ഞ ഒരു കമ്പനിയൊക്കെ ഇറക്കുവോ? എന്തുവാ കാണൂല. 2017 സ്വിഫ്റ്റ് ഡിസയർ VXi ആണ്, സെക്കൻഡ് ഓണർ, 1.2 ഓടി. ചെറിയ ചെറിയ അപാകതകളെല്ലാം ഉള്ളത് തീർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. വണ്ടി എടുത്തിട്ട് വന്നതല്ല, സർവീസ് പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ ഈ പോറല് ചെറിയ ഇതൊക്കെ ഉണ്ട് ഇതിൽ കേട്ടോ. പോളിഷൊക്കെ ഓടിക്കാനെന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ഒരു പുതിയ വണ്ടി ഓടിക്കുന്ന അതേ ഫീലുള്ള വണ്ടിയാണ് കേട്ടോ. ഇതിനൊക്കെ എന്ത് ഫാൾട്ടുകൾ പറഞ്ഞാലും ക്ലിയർ ആക്കി കൊടുക്കും. ഒരു പുതിയ വണ്ടിയുടെ അതേ ക്വാളിറ്റിയാണ് വണ്ടി ഓടാനേ.
ടയർ എത്തി മോശം ഉണ്ടെന്ന് തോന്നുന്നു. അതെന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ടയർ മാറി കൊടുക്കാം. ഓക്കെ, മൊത്തത്തിൽ വണ്ടി കാണാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് ഇതൊക്കെ ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടി. എത്ര ചോദ്യം? എത്ര 435 ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ. 2017 ഡിസയർ VXI സെക്കൻഡ് ഓണർ, 1.5 കിലോമീറ്റർ, 435 വില. 2009 VXI ഡിസയർ. സസ്പെൻഷനുകൾ കുഴപ്പമില്ല, ഗിയർ കുഴപ്പമില്ല, എൻജിൻ കുഴപ്പമില്ല, ഗ്യാരൻ്റി ആയിട്ട് കൊടുക്കാം. 1.37 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,55,000 രൂപയാണ് വില. ഗ്യാരൻ്റി ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഒരു കുഴപ്പമില്ലാത്ത വണ്ടി. പേടിച്ചൊന്നും ആരും വന്നെടുക്കണ്ട. ഞാൻ പേടിച്ചോളാം. മേടിച്ചോണ്ട് പോണവർ പേടിക്കണ്ട. ആൻഡ്രോയിഡ് വെച്ചിട്ടുണ്ടല്ലേ? ആൻഡ്രോയിഡൊക്കെ ഉണ്ട്. ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള വണ്ടി. ഈ പെയിന്റിലൊക്കെ അങ്ങും ചെറിയ ഉരച്ചിലൊക്കെ ഉള്ളതല്ലാതെ വണ്ടി ടോട്ടലി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എത്ര ചോദ്യം? പെയിന്റ് 1.55 ഫൈനൽ വിലയ്ക്ക് കൊടുക്കാം. എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? ഒന്നും അപാകത പറയാല്ലേ. പെയിന്റിലൊക്കെ ചെറിയ ഉരവുള്ളതേ അപാകതയായിട്ടുള്ളൂ. പിന്നെ ടയറിൽ എന്തെങ്കിലുമൊക്കെ കുറവൊക്കെ കാണും. ഏത് വണ്ടിക്കായാലും അങ്ങനെയുള്ള അപാകതകളേ ഉള്ളൂ. മേജർ അപാകതകളൊന്നും ഉള്ള വണ്ടികളില്ല. അല്ല, അതൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുമോ? ചെറിയത് ഇല്ല. അത് സമയം കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ടച്ച് ചെയ്യും. ആ പൈസ എക്സ്ട്രാ ആവും. അങ്ങനെ എക്സ്ട്രാ ആവും. അല്ലെങ്കിൽ 1.55 അല്ലേ? അതെ. വണ്ടി കൊള്ളാം, വലിയ വൃത്തിയായിട്ടില്ല. ഇവിടെ എന്തോ പറ്റിയതാ ഈ ഗ്ലാസിൻ്റെ ഇത്? അതെന്തോ ഒട്ടിച്ചിരിക്കുന്നതല്ലേ. അണ്ട് ഇത് ഇളവിപ്പോയത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടി വാട്ടറിലൊക്കെ തട്ടിയിട്ട് ഇളവിയിട്ട് അത് ഒട്ടിച്ചതാണ്. അത്രേ ഉള്ളൂ. 2014 നാനോ ആണ്. ഓടാതെ കടന്ന വണ്ടിയാണ്. ഒരു 6 മാസം മുമ്പ് ഈ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കക്ഷിക്കാരെ കൊണ്ടുപോയി ഓടി. പേര് മാറിയില്ല ഇതുവരെ. അടിപൊളി. അതെ, പേര് മാറി. രണ്ടാമത്തെ ഓണർ പേരിലേക്ക് മാറി. അപ്പോൾ സെക്കൻഡ് ഓണറിൽ നിൽക്കുകയാണ്. സെക്കൻഡ് ഓണറിൽ നിൽക്കുന്നത്. അത് എൻ്റെ കൂട്ടുകാരൻ്റെ പേരിലേക്ക് മാറി. പക്ഷേ ഈ മേടിച്ച പാർട്ടിയുടെ പേരിലേക്ക് മാറാൻ ഇത് അങ്ങനെ കൊടുത്തതുകൊണ്ട് മാറിയില്ല. അപ്പോഴേ അദ്ദേഹം എനിക്ക് നല്ലൊരു വണ്ടി ഒരു മാറ്റി തന്നെയെന്ന് പറഞ്ഞ് ഓടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പോൾ അതങ്ങ് മേടിച്ചിട്ട് വേറൊരു വണ്ടി കൊടുത്തു. ബാക്ക് ടയർ പോരാ, ബട്ട് ഫ്രണ്ട് ടയർ നല്ല ടയറുണ്ട്. എത്ര ചോദ്യം? ഇതേ ചോദ്യമല്ല. 40 രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസും എടുത്ത് കൊടുക്കും. AC ഇടുമ്പോൾ ചെറിയ ഹീറ്റ് ആകുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്തോ ഒരു AC ടൈറ്റ് ആയതുകൊണ്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. വരുന്നവർ അത് AC യൂസ് ചെയ്താലും മാത്രമാണ്, അല്ലെങ്കിൽ ഓടാൻ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കൊണ്ട് തന്ന അദ്ദേഹം 15,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. തുരുമ്പെങ്ങുമില്ല. സാധാരണ ബോണറ്റിന്റെ അടിയിലൊക്കെ തുരുമ്പ് കാണുന്നതാണ്. ഇതിന് അങ്ങനെ ഒന്നുമില്ല. ജെന്യൂൻ കിലോമീറ്റർ. ഞാൻ 12,000 എടുത്താണ് കൊടുത്തത്. എൻ്റെ ഒരു 6-7 മാസം മുമ്പുള്ള വീഡിയോയിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. അന്ന് 65 രൂപ 55 രൂപ വിലയായിരുന്നു. ഇപ്പോൾ 40 രൂപയ്ക്ക് കൊടുക്കും. ഒരു 5,000 കിലോമീറ്റർ കൊണ്ടുപോയവർ ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഡാറ്റ്സൺ റെഡിഗോ 1 ലിറ്റർ ഓട്ടോമാറ്റിക്കാണ്. സെക്കൻഡ് ഓണർ 50,000 കിലോമീറ്റർ. 2018 വർഷം. ബാക്കി എല്ലാത്തിനും പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അത് മറന്നു പോകാറുണ്ട് കേട്ടോ. ഇല്ല, പറഞ്ഞല്ലേ. 2018 സെക്കൻഡ് ഓണർ 55,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് 1 ലിറ്റർ. കഴിഞ്ഞൂടെ കിടന്നത് 800 cc ആയിരുന്നു. ഇത് 1 ലിറ്റർ. 2.35 വില. ഓക്കെ, അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു അപാകതയില്ല. ഇതൊക്കെ പുതിയ വണ്ടികളിൽപ്പെട്ട വണ്ടികളല്ലേ. ഇതിനൊക്കെ എന്താ അപാകത? ടയർത്തി തേയ്മാനം കാണും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ കൂടിപ്പോയാലും ഒരു പെയിൻറ്റിന് ഒരു സ്ക്രാച്ചോ അതൊക്കെയാണ് അപാകത ആയിട്ട് സ്വാഭാവികമായിട്ട് വരുന്നത്. വേറെ ഈ ടയർ ഒന്നുമില്ല, നല്ല ടയറാണ്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് സൈഡ് കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു സ്വപ്പം കുറവുണ്ട്. എത്രയായിരുന്നു ചോദ്യം? 2.35. ഇത് ലോൺ കിട്ടുമോ? പിന്നെ ലോൺ കിട്ടും. 2012 ഇയോണാണ്. ഒരു 2-3 വീഡിയോയിൽ പോകുന്നില്ല. അത് വിധിപ്പെട്ടവർ വരാത്തതുകൊണ്ടാണ്, അല്ലാതെ വണ്ടിയുടെ കുഴപ്പം കൊണ്ടല്ല. വണ്ടി ഒരു കുഴപ്പമില്ല. ഞാൻ ഗ്യാരണ്ടിയാണ്. പുത്തൻ സീറ്റ് കവർ, എൻജിൻ ഇപ്പം പണിതിട്ടുണ്ട്. പെയിൻറ്റ് പുത്തൻ അടിച്ചിട്ടുണ്ട്. 1/2 ഇഞ്ചിനാണ് പണിതിരിക്കുന്നത്. അതിൻ്റെ കണക്റ്റാട് ബെറക്കി മറ്റെല്ലാം മാറി, ഓയിൽ മാറി, എല്ലാം ക്ലിയറായി കിടക്കുകയാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പുത്തൻ പെയിൻറ്റ് പുതിയ വണ്ടിയുടെ അടിച്ചിട്ടുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. 1,15,000 രൂപയ്ക്ക് കൊടുക്കും. നല്ല പുത്തൻ കണക്കിരിക്കുന്ന പുത്തൻ പെയിൻ്റ് അടിച്ച പുത്തൻ സീറ്റ് കവറുള്ള വണ്ടി 1.15 കൊടുക്കും. 2012 ഫെബ്രുവരിയിൽ റീടെസ്റ്റ് വരും. സിംഗിൾ ഓണറാണ്. അപാകതകൾ പറയാൻ? അപാകതകളൊന്നുമില്ല. ഇവിടെ കിടക്കുന്നതാണ് ഇപ്പോൾ അതിൻ്റെ അപാകത. സനൂപ് 2005 LXI അൾട്ടോയാണ്. ഓണർഷിപ്പൊക്കെ തോനെയായിട്ടുണ്ട്. തോനെയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തോ 7-8 ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓ മൈ ഗോഡ്. പക്ഷേ 5 വർഷം പേപ്പറുണ്ട്.
ചെറിയ പാച്ച് വർക്ക് അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടാകുന്ന എനിക്കറിയില്ല. ഇതൊക്കെ ഒന്ന് പൊക്കി കാണിച്ചു കൊടുത്തു നോക്കി. അത് ഇങ്ങനെയൊക്കെ ഉള്ളത് ഇല്ലല്ലോ, ഇവിടെ പാച്ച് വർക്ക് ഇല്ലല്ലോ, നല്ല നല്ല കണ്ടീഷനായിട്ട് കിടക്കുകയല്ലേ. തുരുമ്പാണ് അത്, അല്ലാതെ തുരുമ്പല്ല, പൊടി. ചെറിയ പാച്ച് വർക്ക് ചെയ്തേക്കാണ് നല്ലോണം. ഓക്കെ. എന്തോ ഓടിയിട്ടുണ്ട് ഇത്? 1 സംതിങ് ഓടിയിട്ടുണ്ട്. ഇവിടെ നോക്കട്ടെ, ഇവിടെയൊക്കെ നല്ല നല്ല പാച്ച് വർക്ക് ചെയ്തേക്കാ കേട്ടാ. എനിക്കിത് പോകാതെ കിടന്നുകൊണ്ട് ഡൗട്ടാണെന്ന് നോക്കിയതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ എടുത്ത് നേരെ ഇടുമ്പോൾ നേരെയാകും. പാച്ച് വർക്ക് ചെയ്തേക്കാം. എനിക്ക് കാണാൻ വീന്ന്. ഓക്കെ, പാച്ച് വർക്ക് ഉണ്ടോ എന്ന് നോക്കട്ടെ. അല്ലേ ഫ്ലോറൊക്കെ ഇങ്ങനെ കിടക്കുക? അല്ല അല്ല, അതുകൊണ്ട് ഇതിൻ്റെ അടിയിലൊരു തുരുമ്പുണ്ട്. വന്ന് കാണുന്ന സമയത്ത് ആ ഒരു തുരുമ്പാണ് ആൾക്കാർ പാച്ച് വർക്ക് എന്ന് പറഞ്ഞ് പോണത് കേട്ടോ. ഏതാ? അതാണ്ട് ഇത് പാച്ച് വർക്കല്ല, ഇവിടെ എവിടെയേ ചെറിയ ആണ്ട് ഇതേ കണ്ട, ഇത് പാച്ച് വർക്ക് അല്ലത്, ഇവിടെ പാച്ച് വർക്കും ഇല്ല. ഓക്കെ. അപ്പോൾ ഇത് കാരണമാണ് ഇത് 2-3 വീഡിയോയിൽ ഈ പേപ്പറിൻ്റെ പൈസ ഇതിനുള്ളൂ, 68 രൂപ വിലയുള്ളൂ. പക്ഷേ ഇത് പോകുന്നില്ല. എഞ്ചിനൊക്കെ ഗ്യാരണ്ടി ആയിട്ടാണ് കൊടുക്കുന്നത്, എഞ്ചിനും ഗിയറും. 2005 മോഡലല്ലേ? ഇത്രയും പഴയ വണ്ടിക്കൊക്കെ ഗ്യാരണ്ടി ഇത്ര വാക്കിൽ കൊടുക്കണോ? അല്ല, അത് ഗ്യാരണ്ടി ആയിട്ടാണ് കൊടുക്കുന്നത് സനൂപേ. അത് നമുക്ക് നമ്മളെ വിശ്വസിച്ച് വരുന്നവർക്കേ ഏത് പഴയ വണ്ടി ആയാലും ഗ്യാരണ്ടി ആയിട്ടാണ് കൊടുക്കുന്നത്. അല്ല, ഞാൻ 2005 ആകേണ്ട ചോദിച്ചാൽ അത്രയ്ക്ക് അങ്ങ് ഗ്യാരണ്ടി വേണമെന്ന്. അല്ല, നമുക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് നമ്മളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ പുറത്താണ് എല്ലാ വണ്ടിക്കും ഗ്യാരണ്ടി കൊടുക്കുന്നത്. ഓക്കെ. എത്ര ചോദ്യം? ആ വിശ്വാസം ഇതൊരു കോട്ടം വരുത്താൻ ഞാൻ അനുവദിച്ചിട്ടില്ല. ഇതിൽ നെഗറ്റീവ് കമന്റുകൾ വരാറുണ്ടോ, ഞാൻ ഏതെങ്കിലും വണ്ടിക്ക് പ്രതികരിച്ചില്ലെന്നോ അല്ലെങ്കിൽ അവർ പറഞ്ഞ വിഷയങ്ങൾ ഞാൻ പരിഗണിച്ചില്ലെന്നൊന്നും കമന്റുകളില്ലല്ലോ. ഇല്ല ഇല്ല. അപ്പം പിന്നെ അതങ്ങനെ പോട്ടെ. എത്ര ചോദ്യം? എത്ര? അല്ല, 68 രൂപ. 68. അതെ 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 അതെ. 2016 കിഡ്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് ഫസ്റ്റോ സെക്കൻഡോ ആണ്. ഞാൻ ഒന്ന് നോക്കട്ടെ. ഫസ്റ്റോ സെക്കൻഡോ? നല്ല വണ്ടി, 800 cc. സെക്കൻഡ് ഓണർഷിപ്പ്, 72,000 കിലോമീറ്റർ. കിലോമീറ്റർ ജെനുവിനാണോ? ജെനുവിനാണ്. അങ്ങനെ ചോദിക്കല്ലേ സനീപ്, ഇവിടെ ജെനുവിന് ആണ്. എല്ലാം മേടിക്കുന്ന സമയത്ത് എഴുതിയാണ് മേടിക്കുന്നത്, കൊടുക്കുന്ന സമയത്ത് അതുപോലെ എഴുതി കൊടുക്കും. എന്നാൽ നമ്മളത് 2 ലക്ഷം ആയതിന് എനിക്ക് 75 ആക്കി വെച്ചുകൂടി. അതിൻ്റെ എല്ലാ സൗകര്യവും നമ്മളെ ഇരിക്കില്ലേ, നമ്മളെ ചെയ്യത്തില്ലല്ലോ. അല്ല, ഇത് മേടിക്കുന്നവർക്ക് ഇവിടെ വന്ന് വണ്ടികൾ മേടിക്കുന്നവരെല്ലാം കിലോമീറ്റർ എഴുതി മേടിച്ചോളണം. ഞാൻ എഴുതിയാ മേടിക്കുന്നത്. അപ്പൊ ഇതിന്റെ മധ്യത്തുള്ള വിഷയത്തിൽ ഞാൻ വരത്തില്ല കേട്ടാ. അപ്പൊ ഇത് എത്ര ചോദ്യം? ഇത് 195 കൊടുക്കാം. 195. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വേറെ സ്ക്രാച്ച് അങ്ങനെയുള്ള ഒന്നുമില്ല. ബോഡിയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സനൂപ് 2022 VXI സ്വിഫ്റ്റ് ഡിസയർ സിംഗിൾ ഓണർ വണ്ടിയാണ്. 14,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഇതുകൂടെ കാണിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഈ വണ്ടിക്ക് കുറച്ച് റീപ്ലേസുകളുണ്ട്. എന്താണ്? ഈ ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇടിച്ചിട്ടാണ് ബോണറ്റ് ഇടിക്കാതെ എങ്ങനെ റീപ്ലേസ് ചെയ്യുമെന്ന് കഴിഞ്ഞതിൽ കമൻറ്റുകളുണ്ടായിരുന്നു. അപ്പുറം ഒന്ന് കാണിച്ചു കൊടുത്തേ. എന്നിട്ട് എഞ്ചിനകമൊന്ന് കാണിച്ചു കൊടുത്തേ. ഈ ഫ്രണ്ട് കൂടെ ഒന്ന് കാണിച്ചേ. ഫ്രണ്ട് ഇത് മാറിയിട്ടുണ്ടോ? ഇല്ല, മാറിയിട്ടില്ല. ഇങ്ങനെ കാണിച്ചേ. ഈ ഭാഗത്ത് ഈ പീസിൽ ഉരവുണ്ടായിരുന്നു. ഈ പീസ് മാറിയ സമയത്താണ് ഇവിടെ സ്വപ്പം പെയിന്റ് അടിച്ചിട്ടുണ്ട്. അബ്രോണിൽ തൊട്ടിട്ടുണ്ടോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഈ ഭാഗത്ത് ചേസിന്റെ ഭാഗത്ത് അവിടെ ഉണ്ടോ? ഇല്ല. അതാണ് ഈ ഭാഗത്ത് ഉരവുണ്ടായിരുന്നു. ഇത് 3 പ്രാവശ്യമായിട്ട് ഒരു ലേഡി കൊണ്ട് പല ഭാഗത്തായിട്ട് ഉരച്ച് ക്ലെയിം ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. ഈ ബോണറ്റ്, ഈ 2 ഡോറ്, ആ ഡിക്കി. ഇത്രയോ? ചുമ്മാ അല്ല, കുറ്റം പറഞ്ഞിട്ട് 3 പ്രാവശ്യമായിട്ടേ ഇത് ചെയ്തതാണ്. 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി, വെറും 14,000 കിലോമീറ്റർ. 10 ലക്ഷം രൂപ വിലയുള്ള വണ്ടി 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാട്ടിരുന്നാണ് 5,85,000 ഇപ്പം കൊടുക്കും. ഒരു പുതിയ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ വണ്ടിയുടെ ഉരവുണ്ടോ മുട്ടുകൊണ്ടോ എടുത്തുകൊണ്ട് പോണ കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു അപാകത തോന്നിയാൽ ഈ വണ്ടി 10 രൂപ അധികം കൊടുത്ത് തിരിച്ചെടുക്കും. അങ്ങനെ ഉണ്ടോ? എന്റെ പൊന്നൊക്കെ ബെറ്റ് വെക്കുന്ന പോലെ. അതെ. ഈ ഉരവ് കൊണ്ടോ മറ്റെന്തെങ്കിലും വിഷയം കൊണ്ടോ ഓട്ടത്തിലോ അല്ലെങ്കിൽ ടയറിന്റെ വെട്ടി തേയ്മാനോ എന്തെങ്കിലും അലൈൻമെന്റ് വ്യത്യാസമോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ വണ്ടിക്ക് വിഷയമുണ്ട് എന്നുണ്ടെങ്കിൽ 10 രൂപ അധികം കൊടുത്തത് തിരിച്ചെടുക്കും. അത്ര ഗ്യാരണ്ടിയോടുകൂടി മേടിച്ച വണ്ടിയാണ്, അത്ര വിശ്വാസം ഉള്ളതുകൊണ്ട് മേടിച്ചാണ്. മെയിനായിട്ട് അപകടം സംഭവിച്ച് കോണ് തെറ്റിയ വണ്ടികൾ എടുക്കാറില്ല. അത് ഓടിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ വണ്ടിയുടെ മെയിൻ ഭാഗങ്ങളിലൊന്നും ഈ ഇടി സംഭവിച്ചിട്ടില്ല. ഈ സൈഡ് ഉരഞ്ഞതാണ്. ഇടിയല്ല ഉരഞ്ഞാണ്. ഇടിയല്ല, അമ്മച്ചാണ് സത്യം, ഇടിയല്ല. ഇത് 3 പ്രാവശ്യമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പ്രാവശ്യം അല്ല ഇത്. ഒരു പ്രാവശ്യം ഡിക്കിയുടെ എവിടെ കൊണ്ട് താങ്ങി, ഒരു പ്രാവശ്യം ഫ്രണ്ട് ചിലപ്പോൾ എന്തെങ്കിലും അടി ചെന്ന് കയറി കാണും, ഒരു പ്രാവശ്യം ഇവിടെ ഉരഞ്ഞ്.
അപ്പോൾ ഈ 3 പ്രാവശ്യമായിട്ടാണ് ചെറിയ ചെറിയ ക്ലെയിമുകളായിട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ. അല്ലാതെ ഇത് വലിയ ഇടിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മാറിയിട്ടില്ല, അബ്രോണിലും തൊട്ടിട്ടില്ല, ഒറ്റ ഗ്ലാസ് മാറിയിട്ടില്ല. ഇത് ലോൺ കിട്ടുമോ? ലോൺ ഫുൾ പൈസ കിട്ടും. ഓക്കെ. എത്ര ചോദ്യം? 10 ലക്ഷം രൂപ വിലയുള്ള വണ്ടി 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വില 5,85 കൊടുക്കും. ജെന്യൂൻ കിലോമീറ്റർ, കമ്പനി റെഗുലർ സർവീസ്, സിംഗിൾ ഓണർ, ഒറ്റ പാർക്ക് ആൻഡ് സെയിൽ വണ്ടി എവിടെയുള്ളൂ. ഇത് ഒരാൾ വിൽക്കാൻ കൊണ്ടിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഇത് 2016 സിംഗിൾ ഓണർ, 61,000 കിലോമീറ്റർ ഓടിയ അൾട്ടോ 800 അപ്പോൾ ഇതിന് വില പറയാൻ പോകുന്നത് താങ്കളല്ല? അല്ല, വില അവർ പറഞ്ഞ വില എനിക്ക് പറയാമല്ലോ. അല്ല, അങ്ങനല്ല, കച്ചവടത്തിൻ്റെ വില പറഞ്ഞതാ. അതങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ 2,20 ഇതിൻ്റെ വില. അങ്ങനെ വരുന്നവർക്ക് പാർട്ടിയായിട്ട് ഡയറക്റ്റ് സംസാരിച്ച് എടുക്കാവുന്നതാണ്. ഓക്കെ. വേറെ അപാകതകൾ വല്ലതും പറയാനുണ്ടോ? ഒന്നുമില്ല. ആക്സിഡന്റ്, റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല? റീപ്ലേൻ്റെ ഒരു ടച്ചിങ് ഒക്കെ ഉണ്ടാവും. വണ്ടി വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ ഈ മാസത്തിൽ ഒരിക്കൽ വെച്ച് ടച്ച് ചെയ്തേ പറ്റൂ. ഈ സൈഡ് ടയർ അത്ര ഇല്ല, ടയർ കുറവാണ്. വേറെ പ്രശ്നങ്ങളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല, വൃത്തിയായിട്ടിരിപ്പുണ്ട്. ബാക്ക് ടയർ ഫ്രണ്ട് ടയർ കുറച്ചുകൂടി ഉണ്ട് ബാക്കിനെ അപേക്ഷിച്ച്, കുഴപ്പമില്ല. എത്ര ചോദ്യം? എത്ര? 220. 2016 64,000 കിലോമീറ്റർ കിഡ് RXT 800 cc. നല്ല ടയറാണല്ലോ. നല്ല ടയർ, എല്ലാം നല്ല ടയർ. ഇത് ഓണർഷിപ്പ് 4 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം CC ഇല്ല? CC കിട്ടുകയൊക്കെ ചെയ്യും. കിട്ടും. ഓക്കെ. അത് ഏതോ ഒരു കമ്പനി കൊടുക്കില്ലെന്ന് പറഞ്ഞു. CC എല്ലാം ശരിയായതാണ്, അപ്പോൾ അവർ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അടുത്ത കമ്പനി കൊടുക്കും. ഓക്കെ. RXT വണ്ടി 800 cc 2016 ഓണർഷിപ്പ് 4-മത്തതായി കേട്ടോ. എന്താ ചോദ്യം? അത് 195 കൊടുക്കാം. 195,000 രൂപ. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒരു അപാകതയില്ല. നല്ല വണ്ടി, ഗ്യാരണ്ടി ആയിട്ടാണ് കൊടുക്കുന്നത്. എന്ത് അപാകത ഉണ്ടെങ്കിലും പരിഹാരമുണ്ട് കേട്ടോ. അതേപോലെ വലിയ സ്ക്രാച്ചോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. 2013 പിന്നെ സെയിൽ ഡീസൽ 2013 സെയിൽ ഡീസൽ. ഓണർഷിപ്പ് എത്രയാ? ഫസ്റ്റ് ഓണറിൽ നിന്ന് ഇപ്പോൾ സെക്കൻഡ് ഓണറിലേക്ക് മാറി. വലിവിന് ചെറിയൊരു കമ്മി കാണിക്കുന്നു. എന്തോ ഒരു വിഷയത്തിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് ശരിയാക്കാനുള്ള സമയം കിട്ടിയില്ല. കൊണ്ടുപോകണവരങ്ങ് ശരിയാക്കി എടുക്കണം. ഈ കിടക്കുന്ന 165 തരാൻ പറ്റും. ഓട്ടത്തിലൊന്നും കുഴപ്പമില്ല. ചില സമയം വലിവിനൊരു ചെറിയ ഒരു കമ്മി കാണിക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഒരു കുഴപ്പമില്ല. നല്ല വണ്ടി. അകമൊക്കെ കൊള്ളാം കേട്ടോ. നല്ല അകവും പുറം എല്ലാം കൊള്ളാം. ഫസ്റ്റ് ഓണർ വണ്ടിയായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ഓണറിലേക്ക് മാറിയതേ ഉള്ളൂ. നല്ല ഡീസൽ വണ്ടി, മൈലേജൊക്കെ ഉള്ള വണ്ടിയാണ്. ഈ പറഞ്ഞ കുഴപ്പമില്ലാതെ ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ മൈലേജ് പറഞ്ഞാൽ എത്ര കിട്ടും? 20-22 കിട്ടും. പഴയ വണ്ടിയിലേക്ക് അത്ര കിട്ടും? ഡീസലാണ്. പിന്നെ അല്ലാതെ കൈമറിഞ്ഞ് ഓടി അങ്ങനെ കുറയുമായിരിക്കും. ഏതൊക്കെയാലും തീരെ കുറവൊന്നും ഉണ്ടാവില്ല. 10-12 മേളിൽ ഏതൊക്കെ ആയാലും കിട്ടും. നല്ല കാണാനൊക്കെ നല്ല രസമുള്ള ബോഷ് പ്രീമിയം വണ്ടി. ഇത് ചെറിയ ചില സമയങ്ങളിൽ ഒന്ന് ബാക്കിലോട്ട് പിടിക്കുന്ന ഒരു ഹാൻഡ് ബ്രേക്ക് എടുത്ത കണക്കൊരു വിഷയം അനുഭവപ്പെടും. അത് എൻ്റെ ഏതോ ഒരു ഭാഗത്തിന് കംപ്ലൈൻറ്റ് ഉള്ളതാണ്. അത് മാറ്റിയെടുക്കണം. 165 കൊടുക്കും. വണ്ടി ഓടാതൊന്നും കുഴപ്പമില്ല കേട്ടോ. സ്ക്രാച്ച് ഇല്ല, ഒന്നുമില്ല. നല്ല വണ്ടി. എത്ര നാളും കൂടി പേപ്പറുണ്ട്? 2028 പകുതി വരെ മറ്റോ കാണും കേട്ടോ. പേടിയൊന്നും ഉള്ളവരൊന്നും ഈ വണ്ടി ഒന്നും എടുക്കല്ലേ. ഇത് നല്ല മോശം വണ്ടിയിൽപ്പെട്ട വണ്ടിയാണ്, തമാശയല്ല. പേടിയുള്ള ഈ വണ്ടിയെക്കുറിച്ച് അറിയാവുന്നവർ മാത്രമേ ഒന്ന് എടുക്കാവൂ. ഇത് എല്ലാവരും ഒന്നും എടുത്ത് പിന്നെ അവസാനം നിങ്ങൾ മേജർ ഇഷ്യൂസ് പറഞ്ഞാൽ ക്ലിയർ ആക്കി കൊടുക്കുമെന്നല്ലാതെ തിരിച്ചെടുക്കുക അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ. ഇഷ്യൂസുകളുണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കും. ഇവിടെ തിരിച്ചുകൊണ്ടിടാൻ സ്ഥലമില്ല, അങ്ങനെയായിട്ട് എടുക്കത്തുമില്ല. അതൊക്കെ പ്രത്യേകിച്ച് ഞാൻ പറയണം. പേര് മാറുന്ന പൈസ എക്സ്ട്രാ ആവും. അതുപോലെ തന്നെ പിന്നെ CC ഇടായി ആധാർ, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സിവിൽ സ്കോർ കറക്റ്റ് ആയിരിക്കണം. ഇതൊക്കെയാണ് വേണ്ടത്. എല്ലാവർക്കും ഒന്നും CC കിട്ടത്തില്ല. ഇവിടെ വന്ന് വണ്ടിയും കണ്ട് അഡ്വാൻസ് തന്നിട്ട് വീട്ടിൽ പോയി CCക്ക് നോക്കുമ്പോൾ ശരിയാവത്തില്ല. പിന്നെ നമുക്കും ബുദ്ധിമുട്ട്, നിങ്ങൾക്കും ബുദ്ധിമുട്ട്. ഒരുപാട് വണ്ടികൾ അങ്ങനെ CC ഇടാൻ പറ്റാതെയും പിന്നെ പോവാതെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഈ അതും അങ്ങനെയാണ്. 2009 ഡിസംബർ മാസം ഇന്നോവ G4 ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 5-മത്തെ ഓണർഷിപ്പ്. 1,95,000 കിലോമീറ്റർ. ജെന്യൂനാണോ? ആയിരിക്കും സനൂപേ. ഇതൊക്കെ അങ്ങനെ ചോദിച്ചാൽ എന്താ പറയട്ടെ. 20 വർഷം നിലവിൽ മേടിക്കുമ്പോൾ ഈ ചോദ്യം എൻ്റെ അടുത്ത് ഒരിക്കലും ചോദിക്കില്ല. അങ്ങനല്ല, ഞാൻ എല്ലാ വണ്ടിയേക്കും കിലോമീറ്റർ എഴുതി വാങ്ങും, എഴുതി കൊടുക്കും. ജെന്യൂൻ ആണെന്ന് ഞാൻ ദൈവമൊന്നുമല്ല, സത്യം. അങ്ങനല്ല മനുഷ്യ ചോദിച്ചത്. അങ്ങനെ തന്നെ മനുഷ്യ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എങ്ങനെ പറയും ജെന്യൂൻ ആണെന്ന്?
നമുക്ക് അത്യാവശ്യ വണ്ടികളൊക്കെ എഴുതി മേടിക്കും, എഴുതി കൊടുക്കും. ഈ കിടക്കുന്നതിന്റെ എല്ലാത്തിന്റെ അവസ്ഥ അത് തന്നെയാണ്. ഡീറ്റെയിൽ ഞാൻ പറയാൻ മറന്നു. വണ്ടിക്കകം വൃത്തിയുണ്ട്, ടയർ കുഴപ്പമില്ല. എത്ര ചോദ്യം? 3.5 രൂപയ്ക്ക് കൊടുക്കാം. കഴിഞ്ഞ വീടിലുണ്ടായിരുന്ന വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വണ്ടി. എവിടെയൊക്കെ എത്തി പാച്ചവർക്കൊക്കെ ഉണ്ട്. ചെറിയ 15 വർഷം കഴിഞ്ഞ വണ്ടിയല്ലേ, പാച്ചവർക്കൊക്കെ ഉണ്ടാവും. അത് ഇരുമ്പല്ലേ, തുരുമ്പാവും. അല്ല തടിയാൻ കാണാൻ വെച്ചായിരുന്നെങ്കിൽ എന്നാലും ഉളുത്തേനെ. 2008 VXI സ്വിഫ്റ്റ് 1.35 ഓടി, 1.25 ഓടി, 1.35 വില. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വണ്ടി, ഗ്യാരണ്ടിയിൽ കൊടുക്കാം. നിറയെ വിഷയങ്ങളിൽ പുതിയ സീറ്റ് കവർ അടിച്ചിട്ടുണ്ട്. ഡീസലല്ലേ അതൊക്കെ കാണാൻ. പെട്രോൾ VXI 1.25 ഓടി, 1.35 വില. ഓണർഷിപ്പ് 3ഓ 4ഓ അങ്ങനെയാണ്. വണ്ടി വരെ കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടി. 1.35 പുതിയ ഇൻഷുറൻസും എടുത്ത് കൊടുക്കാം കേട്ടോ. വണ്ടിക്കകം കൊള്ളാം കേട്ടോ, വൃത്തിയായിട്ട്. അകവും പുറമൊക്കെ കൊള്ളാം. അതിനൊക്കെ വിലയല്ലേ ഉള്ളൂ. ഇവിടെ അൾട്ടോടെ വിലയല്ലേ ഉള്ളൂ. പൊള്ളലുണ്ടോ? പൊള്ളൽ എവിടെ? ആ പൊള്ളലെ ചൂടുള്ള മീനാണോ? അതാണ് പൊള്ളുന്ന. ചുമ്മാ കളിക്കല്ലേ ചെറുതായിട്ട്. അല്ല പിന്നെ പെയിന്റ് പൊള്ളാനല്ലേ അടിക്കുന്നത്, എല്ലാവരും എന്തിനാ പെയിന്റ് ആരെയും പൊള്ളണോ പറഞ്ഞ് അടിക്കണ? എന്നാ ഇത് ഒരു പരിധിയെ കഴിയുമ്പോ എല്ലാം പൊള്ളൂടി. ഒന്നുമില്ല. എത്ര ചോദ്യം? 1.35 ലാസ്റ്റ് ആണ്. ആ ദൂരെ നിന്ന് കാണിച്ചു കൊടുത്ത പൊള്ളലെന്തോ വലിയ സംഭവം എന്ന് വിചാരിക്കും. അല്ല അങ്ങനല്ല, അടുത്തോട്ട് ചെറിയ ഇങ്ങനെ കാണാം, ചെറിയ രീതിയിൽ. 1.35 വില കേട്ടാ. ലാസ്റ്റ് ഇല്ല. പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. 4500 രൂപ ഇൻഷുറൻസിനുണ്ട്. ഇതിന്റെ ബുക്കും പേപ്പറൊക്കെ ഇനി എത്ര ആള്? 28 വരെയുണ്ട്. 2011 ZDI സിംഗിൾ ഓണർ, 1.5 ലക്ഷം കിലോമീറ്റർ. ഇന്ന് മേടിച്ചിട്ട് 2 പുതിയ ടയർ ഇപ്പം മേടിച്ചിട്ട. ഓക്കെ. വണ്ടിക്കകം ഒക്കെ അത്യാവശ്യം കൊള്ളാം. സീറ്റൊക്കെ എത്തി പഴക്കം ഉണ്ടെന്നല്ലാതെ വണ്ടി നല്ല ക്വാളിറ്റിയും പുള്ളിങ്ങും ഒക്കെ ഉള്ള വണ്ടി. 1.85 ഫൈനലി വിലയ്ക്ക് കൊടുക്കും. 2011 ഡിസംബർ. ഈ വർഷം അവസാനം റീടെസ്റ്റ് വരും. 25,000 രൂപയുടെ പെയിന്റിങ് ചെയ്ത് വന്നതേ ഉള്ളൂ. 2 പുത്തൻ ടയറും എടുത്തിട്ടുണ്ട് ഫ്രണ്ടില്. പെയിന്റിങ് 25,000 രൂപയാണ്. ഞാൻ ഇതുവരെ 25,000 രൂപയുടെ പെയിന്റ് അടിച്ചിട്ടില്ല. 25,000 രൂപയുടെ പെയിന്റിങ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. ഫ്രണ്ട് കിടിലം പുത്തനാണ്. ടാക്സ് അടച്ച് ടെസ്റ്റ് ചെയ്തെടുക്കണം ഈ വർഷം അവസാനം. ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. പേര് മാറിക്കൊടുത്താലും ഒരു അരമണിക്കൂർ RTOയിൽ കൊണ്ടുപോയി ടാക്സ് അടയ്ക്കുക, റീടെസ്റ്റ് ചെയ്യുക. വേറെ ഒരു പരിപാടിയില്ല. നല്ല എൻജിൻ, ബോഡി, ഗിയർ, നല്ല പുള്ളിക്ക്, സസ്പെൻഷൻ അടിയാക്കി എടുക്കുക, ഒന്നുമില്ല. നല്ല ക്ലീൻ വണ്ടി. എങ്ങനെ അതിന്റെ വില എങ്ങനെയാ സ്വിഫ്റ്റ്? അത് 1.85 വില. 2011 ഡിസംബർ വണ്ടി. ജസ്റ്റ് കൊണ്ടുപോയി കാണിച്ചാൽ മതി. RTOയിൽ ടെസ്റ്റ് കഴിയും. പിന്നെ 5 വർഷം യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഡിസൈർ നേരത്തെ കാണിച്ചത്. അപ്പോൾ അതാണ് സനൂപ്. അത്യാവശ്യം നോക്കിയൊക്കെ ഉള്ള വണ്ടികൾ എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് വീണ്ടും ആവർത്തിക്കുന്നില്ല. പേടിച്ചെന്ന് വണ്ടി എടുക്കാൻ വേണ്ട. ധൈര്യമുള്ളവർക്ക് വന്ന് എടുത്തിട്ട് പോവാം. ഇത്തവണത്തെ എല്ലാ സീസണിലും വെച്ച് നോക്കുവാണെങ്കിൽ നല്ല വണ്ടികളാണ്. എന്നാലും ഇടിച്ച വണ്ടികളൊക്കെ പറയാതെ കൊടുത്ത് പറ്റിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറ്റിച്ചെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഒന്ന് കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ അന്ന് അവിടെ നിന്ന് വണ്ടി എടുത്ത് പെട്ടുപോയി, ഇവിടെ നിന്ന് എടുത്ത് വണ്ടി എടുത്ത് പെട്ടുപോയി എന്നൊക്കെ പറയാറുണ്ട്. അത് പുതിയ വണ്ടിയും പഴയ വണ്ടിയൊന്നുമില്ല. പെടാൻ ഏത് വണ്ടി എടുത്താലും മതി. അപ്പോൾ എനിക്കിത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ ഇത് തട്ടിയിട്ടുള്ളതെന്ന് ആരും പറയില്ല. എനിക്കിത് പേസ്റ്റ് ചെയ്ത് തുച്ഛമായ പൈസയ്ക്ക് എനിക്ക് പേസ്റ്റ് ചെയ്ത് കിട്ടും. ഇപ്പം 3 ലക്ഷം ഓടിയ കിലോമീറ്റർ ഇപ്പോൾ 1 ലക്ഷം ആക്കി വയ്ക്കാൻ നമ്മുടെ ഇന്നത്തെ കാലത്ത് സാങ്കേതികവിദ്യ ഇത്രയും വളർന്ന കാലത്ത് ഒരു പാടുമില്ല. അങ്ങനെയൊന്നും ഇവിടെ ചെയ്യാറില്ല. അത് ചെയ്യത്തുമില്ല ഇനി മരണം വരെ. അപ്പോൾ അങ്ങനെയൊക്കെ പെടാൻ എവിടെ ചെന്നാലും പെടും. അപ്പോൾ ഇപ്പോൾ ഇന്നലെ 3 ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു സ്വിഫ്റ്റ് 1 ലക്ഷം ആക്കി 1 ലക്ഷം ആക്കി വെച്ചേക്കുന്നു. 1, 2, 3 ആക്കി വെച്ചേക്കുന്നു. ഞാൻ പോയി കണ്ട് ഹിസ്റ്ററി എടുത്താൽ 3 ലക്ഷം ഓടിയിട്ടുണ്ട്. വണ്ടി കണ്ടാൽ പറയത്തുമില്ല. അത് നമ്മളെടുത്തോണ്ടിട്ട് അത് അറിയാതെ പറഞ്ഞു കൊടുത്താലും അങ്ങനെയൊക്കെ. പിന്നെ ഇന്നോവയുടെ ഒന്നും ചരിത്രങ്ങൾ നമുക്കറിയാൻ പറ്റത്തില്ല. ഇത് പണ്ട് എത്ര ഓടിയിട്ടുണ്ടെന്നാ കംപ്ലൈൻറ്റുകൾ ഇല്ലാത്ത നല്ല വണ്ടിയെന്നേ ഇന്നോവയുടെ കാര്യത്തിൽ പറയാൻ പറ്റും. പിന്നെ ഈ വണ്ടികളൊക്കെ നമുക്കറിയാം, അത്യാവശ്യം അറിയാവുന്ന പാർട്ടിക്കാരെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണ്. ഇതൊക്കെ വെളിയിൽ നിന്ന് വരുന്നതല്ലേ എന്ന് പറഞ്ഞതുപോലെ പുതിയ വണ്ടി എടുത്താലും പെടാറൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും പെട്ടുപോകത്തൊന്നുമില്ല. അതിനൊക്കെ പരിഹാരമുണ്ട് ഇവിടെ. അത്രയേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല സനൂപ്. ഇപ്പോൾ അത്യാവശ്യം നല്ല വണ്ടികളല്ലേ. എനിക്ക് ഗ്യാരണ്ടിയുടെ ആവശ്യമില്ല, എന്നാലും ഗ്യാരണ്ടി ഉണ്ട്. 2005 വണ്ടിക്ക് ഗ്യാരണ്ടി കൊടുത്തില്ലേ? അതങ്ങനെ. അപ്പോൾ ഉണ്ട്, കുഴപ്പമില്ല. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് എടുക്കട്ടെ. ഓക്കെ. അപ്പോൾ ഓണാശംസകൾ നേരത്തെ തരാം എല്ലാവർക്കും. ഇനി ആഗസ്റ്റ് വീഡിയോ കാണത്തില്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ കാണും. പിന്നെ അത് കാണും. ഇതൊക്കെ ഇപ്പോൾ 2 ദിവസമായിട്ട് പോകൂലേ. ഒരു വണ്ടി പോയാലും അതിന് പിന്നെ 1 ലക്ഷം പേര് വിളിക്കും.
അല്ല പോണത് അവരറിയുന്നില്ല. അല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നല്ല വീട്ടിൽ പെട്ടെന്ന് പോലും ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ആദ്യം വരുന്ന ആളിനെ കിട്ടത്തുള്ളന്നേ ഉള്ളൂ. അതങ്ങനെയാണ് നിയമം, അങ്ങനെ. ഇപ്പോഴും 6 മാസം മുമ്പുള്ള വീഡിയോകൾ കണ്ടിട്ടാണ് ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നുണ്ട്. അത് കിടപ്പുണ്ടോ ഇത് കിടപ്പുണ്ടാന്ന്. അന്നത്തെ വീഡിയോയിലൊക്കെ വിലകൾ വളരെ കുറവായിരുന്നു. ആ വിലയ്ക്കൊന്നും ഇപ്പം വണ്ടി കിട്ടുന്നില്ല. എടുത്താലേ കൊടുക്കാൻ പറ്റും. അതെ അതെ അതെ. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ വേണ്ട ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള ഐ മീൻ 65,000 അതിനുണ്ടല്ലേ തുടങ്ങി 2005 ആ വില തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാ തരം വണ്ടികൾക്കും ഗ്യാരൻറ്റി ഉൾപ്പെടെ കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. പിന്നെ വണ്ടികളുടെ ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഈ ചുമന്ന വണ്ടി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്ത സ്വിഫ്റ്റാണ്, സ്വിഫ്റ്റ് ഡിസയർ. അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ, വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണോ എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.